തെരഞ്ഞെടുപ്പ് വർഷം വരാൻ പോവാണ്. ഇനി 7 മാസം 8 മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് കേരളം. സ്വാഭാവികമായും കേരളം പോലെ ആന്റി ഇൻകംബൻസി വളരെ പ്രിവേലന്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അവസാന വർഷങ്ങളിലൊക്കെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാഭാവികത. പക്ഷെ ഇവിടെ ഈ സമുദായ നേതാക്കളും മറ്റുമൊക്കെ സർക്കാരിന് അനുകൂലമായി വർത്തമാനം പറയുമ്പോൾ ഒരു പ്രോ ഇൻകംബൻസി ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാവുന്നില്ലേ? അങ്ങനെ ഒരു മൂന്നാം സർക്കാർ വരാൻ പോവുകയാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിൽ ഇക്കാര്യങ്ങളൊക്കെ ഘടകങ്ങളാവും എന്ന് ഭയക്കുന്നുണ്ടോ കോൺഗ്രസ്? CPMന്റെ പ്രതിനിധി ഭയങ്കര ആവേശത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. VD സതീശൻ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. VD സതീശൻ നിയമസഭയിൽ പ്രസംഗിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിയമസഭയിൽ പോകാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ടാവും. VD സതീശൻ നിയമസഭയിൽ പറഞ്ഞെന്താണ്? നിയമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അൺപാർലമെൻ്ററി വേർഡായ പച്ചക്കള്ളം എന്നുള്ളത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അത് തിരുത്തണമെന്നാണ് പറഞ്ഞത്. ബഹുമാന്യായ സ്പീക്കർ അതിനെ പ്രശംസിച്ചതും അരുൺകുമാർ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ ഇവിടെ ഇരുന്ന് പറയരുത്. പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം അറിയാലോ. ഈ 9-ാം തീയതി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർഡുകളും അതിൻ്റെ സംവരണ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സ്ഥാനാർത്ഥികളുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ CPMനെ സംബന്ധിച്ചോളം LDFനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വീട്ടിലേക്ക് കയറണമെങ്കിൽ പെൻഷൻ കൊടുക്കാതെ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂർത്തിയാക്കുമെന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോവുകയില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഹർജികൾ കൊടുത്താരാണ്? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് ചെയർമാനെ, അധ്യക്ഷനെ നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ MLA ആണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ ആ ഒരു പോരാട്ടമാണ് ഇന്ന് സുപ്രീം കോടതി പോലെ ഏറ്റവും പ്രസക്തമായ വിഷയത്തിലേക്ക് പോയത്. പിന്നെ രണ്ടാമത്തെ കാര്യം അഭിലാഷ് സൂചിപ്പിച്ച സമുദായ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പിന്തുണയാണോ ഈ തെരഞ്ഞെടുപ്പിൽ അളവുകോലാവുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നില്ലേ? അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് നമുക്കെടുക്കാം. ഇവിടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഈ പറയുന്ന സമുദായ നേതാക്കന്മാരുടെ പിന്തുണ ആർക്കായിരുന്നു? ആ പിന്തുണ LDFനായിരുന്നോ UDFനായിരുന്നോ? വളരെ കൃത്യമായും വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞല്ലോ, ആ UDFനല്ല ഞങ്ങളുടെ പിന്തുണ എന്ന് പറഞ്ഞല്ലോ. അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി 10,000-കണക്കിന് വോട്ടുകൾക്ക് ജയിച്ചില്ലേ? അപ്പം നിലവിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാൽ, ഉപതെരഞ്ഞെടുപ്പുകളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാൽ, ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചാൽ അവിടെയൊക്കെ UDF ആണ് ജയിച്ചത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ വിലക്കുറവുണ്ടായി എന്ന് പറയുന്നു. ഒരു ദിവസം സുപ്രഭാതത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയാൻ വെളിച്ചെണ്ണയ്ക്ക് നാളെ മുതൽ 349 രൂപയാണ് വില എന്നാണ് പറഞ്ഞത്. അഭിലാഷ് ഒരു കാര്യം മനസ്സിലാക്കണം, അഭിലാഷിന്റെ വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങുന്നുണ്ട്. ഇന്ന് തൃശ്ശൂർ മാർക്കറ്റിൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 376 രൂപയാണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 376 രൂപയാണ്. ഇവിടെ ഈ പറയുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി കൊടുത്തത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണ 1000 മില്ലിഗ്രാമാണ്. 1 കിലോ വെളിച്ചെണ്ണ 1000 ഗ്രാമാണ്. അതിന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ ഗ്രാം എന്ന് പറയുന്നത് 910 ഗ്രാമാണ്. എന്ന് വെച്ചാൽ 900 ഗ്രാമാണ്. അപ്പം 376 ഗ്രാമിൽ നിന്നും 376 രൂപ 1000 ഗ്രാമിൽ നിന്നും 100 ഗ്രാം കുറച്ചാൽ ഈ 349-നേക്കാൾ താഴെയാണ് അഭിലാഷ മാർക്കറ്റ് വില. അങ്ങനെ തൂക്കം കുറഞ്ഞ് പറ്റിച്ച ഒരു മുന്നണിയും സർക്കാരുമാണിത്. ഇത് ആളുകളെ പറ്റിക്കുകയാണ് വളരെ വ്യക്തമായി. ഇപ്പൊ ഈ ശബരിമലയുടെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ആളുകളെ പറ്റിക്കുകയാണ്. എന്തിനാണ് പാർട്ട്ണർ ആയ യോഗി ആദിത്യനാഥിനെ വീണ്ടും കൊണ്ടുവന്നത്? നമുക്ക് വിഴിഞ്ഞത്ത് അദാനിയെ പാർട്ട്ണർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പമ്പയിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയായ UPയിലെ മുഖ്യമന്ത്രി, ആ UPയിലെ മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ച് യോഗി ആദിത്യനാഥും LDFന്റെ പങ്കാളിയാണ് എന്ന് തെളിയിച്ച, തങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് തെളിയിച്ച ഒരു മുന്നണിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ കാര്യം ഞങ്ങൾക്കൊരു ഭയമില്ല. ഞങ്ങൾ തീവ്ര മതേതര നിലപാടുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീവ്ര മതേതര നിലപാടുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. നല്ലത് തന്നെ.